തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വെഞ്ഞാറമൂട് സ്വദേശി ആതിരയാണ് മരിച്ചത്. രാവിലെ 11 മണിയോടെ വീട്ടിൽ തിരികെ എത്തിയ ഭർത്താവാണ് ആതിരയെ മരിച്ച നിലയിൽ കണ്ടത്. രാവിലെ 8:30 ആതിരയെ വീട്ടിൻ പുറത്ത് കണ്ടതായി നാട്ടുകാർ പറയുന്നു. മരണത്തിൽ ദുരൂഹതയുള്ളതായി പോലീസ്. ഇന്ന് രാവിലെ 11 മണിക്ക് ക്ഷേത്രത്തിലെ പൂജാരിയായ ഭർത്താവ് രാജീവ് തിരികെ എത്തുമ്പോഴാണ് ആതിരയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് രാജീവ് സമീപത്തുള്ള തയ്യൽ കടയിലെ ഉടമയോട് വിവരം അറിയിച്ചു. ഇവരാണ് മരണവിവരം കഠിനംകുളം പോലീസിനെ അറിയിക്കുന്നത്. പോറ്റിക്ക് അറിയാമായിരുന്നു എന്നാണ് അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം അവിടെ ക്ഷേത്രത്തിൽ വന്ന് നിൽക്കണമെന്ന് പോറ്റി പറഞ്ഞു. അപ്പോൾ ഇന്നലെ എന്തോ ഇവർ തമ്മിൽ അതെല്ലാം സംസാരിച്ച് സെറ്റിൽ ചെയ്തു. ഇനി പ്രശ്നമില്ല എന്ന ഉറപ്പിലാണ് ഈ സ്ത്രീ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുട്ടിയെ സ്കൂളിലാക്കാനായിട്ട് നിന്ന് 8:30 മണിയോടുകൂടി ആതിര കുഞ്ഞിനെ സ്കൂളിലേക്ക് വാഹനത്തിൽ കയറ്റി വിടാനായി റോഡിൽ നിൽക്കുന്നത് കണ്ടു എന്ന് നാട്ടുകാർ പറയുന്നു. കൊച്ചുങ്ങളെയൊക്കെ ഇന്നും കയറ്റി വിട്ട് വണ്ടിയില്ല, കയറ്റി വിട്ട് പിന്നെ ഇവിടെ തുറക്കൂല. അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളു. പോയിട്ട് രാവിലെ അങ്ങ് പോകില്ല. പിന്നെ അപ്പുറത്ത് അങ്ങോട്ടൊന്നും ആരും പോലും അപ്പുറത്തൊന്നും താമസക്കാറില്ല. വിളിച്ചാലൊന്നും അറിഞ്ഞും കൂടാ. TV സൗണ്ട് ഒരുപാടായിരുന്നു. ആ സമയത്തൊന്നും ഇവിടെ ആരും ഇല്ല. ആതിര അമിതമായി ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നതിനെ പറ്റി രാജീവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തർക്കം നടന്നുവെന്നും പുറംലോകം പറഞ്ഞാൽ ആതിര ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും രാജീവ് സമീപവാസികളോട് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. സംഭവസ്ഥലത്ത് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും എത്തി പരിശോധന നടത്തി. വീടിന് പുറത്തുണ്ടായിരുന്ന ആതിരയുടെ സ്കൂട്ടർ കാണാനില്ല എന്നും പരാതിയുണ്ട്. ജനം, തിരുവനന്തപുരം.